അന്ന് പി വി എന്നോട് തീരുമാനിച്ചു, നിങ്ങളുണ്ടാക്കുന്ന അപമാനം ഉണ്ടല്ലോ അന്ന് മുതൽ ഞാൻ ആഘോഷമാക്കി മാറ്റി. ആ ആഘോഷം ഇപ്പോഴും തുടരാണ്. ഒരു ചുക്കും ആരും ചെയ്യില്ല. നമുക്ക് കാണാം. നമുക്ക് അത് വിട്ടാളി, നമ്മുടെ അടുത്തേക്ക് വേണ്ട. ഇനി എന്തിനാ നിങ്ങൾ ബേജാറാവണെന്ന്? എനിക്കിനി എന്തിനും നിങ്ങളെന്താ ബേജാറാണ്? എനിക്കങ്ങനെ ബേജാറുണ്ടെങ്കിലല്ലേ? അല്ല, എനിക്ക് ബേജാറുണ്ടെങ്കിലല്ലേ പൊന്നാരാരുടെ നീ നിനക്ക് കുറച്ചൊരു സേഫ് എന്നോടുണ്ട്. അതിന് നീ എന്തിനാ ബേജാറാവണെന്ന്? എൻ്റെ ഭാര്യക്കും മക്കൾക്കും ബേജാറില്ല. എൻ്റെ മോള് 11ാം ക്ലാസ്സിലാണ്. അവിടെ എന്താ പറഞ്ഞറിയോ? ഇപ്പോൾ പൊയ്ക്കോന്ന്. ഉപ്പാനോട് കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. 2 മക്കൾ ഗൾഫുണ്ട്, അവർ വിളിച്ചു, ഉപ്പ പൊയ്ക്കോ, ഞങ്ങളൊക്കെ അത്യാവശ്യം ആയിക്കണ്, ഒരു കൊല്ലുകയാണെങ്കിൽ കൊല്ലട്ടെ. പിന്നെ ഞാൻ ആരെയാണ് പരിഗണിക്കേണ്ടത്? ആരെ പരിഗണിക്കേണ്ടത്? പിന്നെ ഈ അജിത് കുമാറിൻ്റെ ഈ വാലോട്ടത്തിനോ? നിങ്ങൾ പറ, ആളെ നോക്കണം നിങ്ങൾ. ഞാൻ ഒരാളെ തെറ്റിദ്ധാരണ തിരുത്താനല്ല. തിരുത്തണമെങ്കിൽ ആ തെറ്റിദ്ധരിപ്പിച്ചോല് തിരുത്തി കൊടുത്തോട്ടെ. ഞാൻ എപ്പോൾ വേണമെങ്കിൽ മുഖ്യമന്ത്രി കാണും. എനിക്കത് മുഖ്യമന്ത്രി കണ്ടത് അദ്ദേഹൻ്റെ നേതാവല്ലേ? അല്ല പൊന്നാര മാഷ, അല്ലാതെ നമുക്ക് കാണാമെന്ന്. അത് കഴിഞ്ഞിട്ട് അപ്പം ആലോചിക്കുന്നത് ഇത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാറില്ല. എക്സിസ്റ്റിംഗ് സംഗതിയെ കുറിച്ച് ആലോചിച്ച പോലെ